പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പല്ലവിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഇതേ തുടർന്ന് കൃഷ്ണേട്ടൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ജയരാമൻ അയാൾ വീണ്ടും ഇവിടെയുണ്ട്. അയാൾ തിരികെ എത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം പഴയ കാര്യങ്ങളെല്ലാം അയാൾക്കും കൃത്യമായി അറിയാവുന്നതാണ്. അയാൾ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മനസ്സിൽ ബാക്കിയാവുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് ബീന കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതേ തുടർന്നാണ് കൃഷ്ണേട്ടനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കൃഷ്ണേട്ടന്റെ മുന്നിലേക്ക് അഭിഷേക് കയറി വരികയാണ്. അഭിഷേകിനെ കണ്ടതിനെ തുടർന്ന് കൃഷ്ണേട്ടനാകെ ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് അഭിഷേക് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് കൃഷ്ണേട്ടൻ. ഇതോടെ കൃഷ്ണേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അഭിഷേക്. കൃഷ്ണേട്ട, കാര്യങ്ങൾ എന്താണ് എങ്കിലും എന്നോട് തുറന്നു പറയാൻ മടിക്കേണ്ട. എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്ന കാര്യമാണ് എങ്കിൽ ഞാൻ സഹായിക്കാം. എനിക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണേട്ടൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് ജയരാമന്റെ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്ന കൃഷ്ണേട്ടൻ സത്യം പറയാൻ ഒടുവിൽ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ്. നിങ്ങളറിയാത്ത ഒരു സത്യമുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചതാണ്. ഞാൻ ആ കാര്യം ഇപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു തെറ്റായി മാറും. ഇത് കേൾക്കുന്ന അഭിഷേക്, എന്താണ് കൃഷ്ണേട്ടൻ പറയുന്നത്? എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അത് തെളിച്ചു പറയണം. അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? കാര്യങ്ങൾ തുറന്നു പറയൂ കൃഷ്ണേട്ട, എന്താണ് പ്രശ്നം? എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിന്റെ അനിയത്തി മരിച്ചിട്ടില്ല. നിന്റെ അനിയത്തി ജീവനോടെ തന്നെയുണ്ട്. ഇത് കേൾക്കുന്ന അഭിഷേക് ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്ത്? എൻ്റെ അനിയത്തി ജീവനോടെയോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അവൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു തെറ്റും സംഭവിക്കുകയില്ല. ഇത് കേൾക്കുന്ന കൃഷ്ണേട്ടൻ, നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല അന്ന് അവിടെ നടന്നത്. അവിടെ വെച്ച് ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് പക്ഷേ നിന്റെ അനിയത്തി ആയിരുന്നില്ല, ഞങ്ങളുടെ മകളായിരുന്നു. അപ്രതീക്ഷിതമായ ആ മരണം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോഴാണ് നിന്റെ അനിയത്തിയെയും കൊണ്ട് നിന്റെ അമ്മ അവിടേക്ക് വന്നത്. അവിടെ വെച്ച് മരിക്കാറായ നിന്റെ സഹോദരിയെ ഞങ്ങൾ രക്ഷപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതിനാൽ ഞങ്ങൾ എടുത്തു വളർത്തുകയാണ് ആ കുഞ്ഞിനെ ചെയ്തത്. അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് അഭിഷേക്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് സമ്മതിക്കുന്ന കൃഷ്ണേട്ടൻ ഈ കാര്യം ബീനയ്ക്ക് പോലും കൃത്യമായി അറിയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്റെ അച്ഛനെ ഭയന്നാണ് ആ കുഞ്ഞിന്റെ കാര്യം ഇപ്പോഴും ഞങ്ങൾ മറച്ചു വെക്കുന്നത്.
അയാൾ എന്താണ് ചെയ്യുക എന്ന് പോലും പറയാൻ സാധിക്കില്ലല്ലോ. വെറുതെ എന്തിനാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ തകർക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ജീവിതം ആ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി ഞങ്ങൾ മുന്നിലേക്ക് വന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇപ്പോൾ ആ കുഞ്ഞ് വളർന്നു വലുതായിരിക്കുകയാണ്. എനിക്ക് എൻ്റെ സഹോദരിയെ ഒന്ന് കാണണം. കണ്ടാൽ മാത്രം മതി, കൃഷ്ണേട്ടൻ എന്നെ അവിടേക്ക് കൊണ്ടുപോകണം. ഇത് കേട്ടതിനെ തുടർന്ന്, ഞാൻ നിന്നെ കൊണ്ടുപോകാം, പക്ഷേ സത്യങ്ങളൊന്നും ഇപ്പോൾ ആ കുട്ടി അറിയരുത് എന്നുള്ള കാര്യം എനിക്ക് നീ ഉറപ്പ് നൽകണം. എന്നാൽ മാത്രമേ ഞാൻ ഇതിന് കൂട്ടുനിൽക്കുകയുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഞാനതിന് തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അഭിഷേക്. ഇതോടെ അഭിഷേകിനോട് സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അയാൾ, പല്ലവിയാണ് നിന്റെ സഹോദരി എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ആ കുഞ്ഞിനെ ഞങ്ങളാണ് ഇപ്പോൾ വളർത്തി വലുതാക്കിയത്. അവൾക്ക് നീ ആരാണെന്നോ എന്താണെന്നോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. നീ അവളെ ഞങ്ങളിൽ നിന്ന് പിരിക്കരുത് എന്നുള്ള കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക്, എനിക്കെൻ്റെ സഹോദരിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവിടേക്ക് കുതിച്ചെത്തുകയാണ്. പല്ലവിയെ കണ്ടതിനെ തുടർന്ന് പല്ലവിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിരിക്കുകയാണ് അഭിഷേക്. അപ്രതീക്ഷിതമായ ഈ സംഭവം പല്ലവിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പല്ലവിയോട് സത്യങ്ങൾ തുറന്നു പറയാൻ കൃഷ്ണേട്ടനും തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.